എടാ നീ എന്താ ഫാൻ വെച്ചില്ല വർക്കൗട്ട് ചെയ്തോണ്ടിരിക്കുന്നത്? നല്ലോണം വേർക്കാൻ വേണ്ടിയിട്ട്. എന്തിന്? വേർപ്പൊലിച്ചു പോയാലല്ലേ ഫാറ്റ് ഒലിച്ചു പോവും. പിന്നെ ഇപ്പൊ പോവും. അതല്ല, അങ്ങനെ നിന്നോട് ആരാ പറഞ്ഞേ? ഞാൻ കുറെ ജിമ്മിന്റെ വാൾ പെയിന്റിങ്സിലും വാൾ പോസ്റ്റേഴ്സിലൊക്കെ എഴുതി കണ്ടിട്ടുണ്ടല്ലോ, സ്വെറ്റ് ഈസ് ഫാറ്റ് ക്രൈയിങ്, സ്വെറ്റ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ഗുഡ് വർക്ക്ഔട്ട് എന്നൊക്കെ. അത് മാത്രമല്ല, വേറെ കുറെ അമ്മമാര് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ സാധനം. എന്റെ കൂട്ട ചക്കരെ നിന്നാര പറഞ്ഞ് പറ്റിയതാണ്. എടാ നീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സ്വെറ്റ് എന്ന് പറയുന്നത് ഫാറ്റ് ലോസ് അല്ല, അതൊരു ടെമ്പററി വാട്ടർ ലോസ് ആണ്. ആൻഡ് സ്വെറ്റിന്റെ മെയിൻ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് തെർമോ റെഗുലേഷൻ ആണ്. എന്ന് വെച്ചാ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. സിംപ്ലി പറയുകയാണെങ്കിൽ വെതർ കണ്ടീഷൻ കാരണം ഓർ നീ വർക്ക്ഔട്ട് ചെയ്യുന്ന ടൈമിൽ നിന്റെ ബോഡി ഹീറ്റപ്പ് ആവുന്നു, നിന്റെ ബോഡി ടെമ്പറേച്ചർ റൈസ് ആവുന്നു. ആ ടൈമിൽ നിന്റെ ബ്രെയിൻ എന്ത് ചെയ്യുന്നു? സ്വെറ്റ് ഗ്ലാൻസിലോട്ട് ഒരു സിഗ്നൽ വിടുന്നു, അതായത് സ്വെറ്റ് റിലീസ് ചെയ്യുന്നു പറഞ്ഞിട്ട്. ആ ടൈമിൽ നമ്മുടെ സ്വെറ്റ് നമ്മുടെ സ്കിൻ പോർസിലേക്ക് കൂടെ പുറത്തു വരുന്നു. ആൻഡ് ഇത് ഇവോപ്പറേറ്റ് ആവുന്ന ടൈമിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചറും ഡിക്രീസ് ചെയ്തിട്ട് അത് പോകുന്നു. സോ ഈ ഒരു ഇവോപ്പറേറ്റീവ് കൂളിംഗ് പ്രോസസ്സിനാണ് സ്വെറ്റിംഗ് എന്ന് പറയുന്നത്. അതല്ലാതെ സ്വെറ്റ് ഒലിച്ചു പോകാന്ന് പറഞ്ഞാൽ ഫാറ്റ് ഒലിച്ചു പോകുന്നല്ല അർത്ഥം. അപ്പൊ അതിനൊരു തീരുമാനമായി. ഇപ്പോഴും സ്വെറ്റ് ഈസ് ഫാറ്റ് ക്രൈയിങ്, സ്വെറ്റ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ഗുഡ് വർക്ക്ഔട്ട് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാർ നിങ്ങളെ ചുറ്റുണ്ടെങ്കിൽ താഴെ പോൾ ആൻസർ ചെയ്യുക. ആൻഡ് ഇത് ഇപ്പോഴും പറഞ്ഞു നടക്കുന്ന കൂട്ടുകാർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പ്ലീസ് താഴെ മെൻഷൻ ചെയ്യുക. ആൻഡ് ഡു ഫോളോ മൈ അക്കൗണ്ട് ഫോർ മോർ കണ്ടന്റ്സ്.